ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 73 ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡ്. അപ്പോ കുറച്ച് ഡിലേ ആയി. ഇന്നലെ രാത്രിയിലാണ് എപ്പിസോഡ് നടന്നതെങ്കിലും എനിക്ക് ഇന്ന് പകലാണ് വീഡിയോ ഇടാൻ പറ്റിയത്. കാരണം ഇന്നലെ രാത്രിയിലെ കനത്ത മഴയും കറണ്ട് ഇല്ലായ്മയും ഒക്കെയാണ് അതിനുള്ള കാരണം. അപ്പം വേറെ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോ ആദ്യമേ തന്നെ ലാലേട്ട ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് എല്ലാം എന്റെ വീഡിയോ കാണുന്ന കുറച്ചു പേരാണെങ്കിലും ആ കുറച്ചു പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊരു സാധനം എനിക്ക് പറയാൻ പറ്റിയതിൽ വലിയ സന്തോഷം. കാരണം സാധാരണ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടി വിയിൽ ഒരു പടം വരുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം ഒരു പടം കാണുമ്പോഴത്തേക്ക് ആ ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇത് എനിക്കൊരു ചാനൽ ഉള്ളതുകൊണ്ട് ഒരു 10 പേരെങ്കിലും കാണുന്നതുകൊണ്ട് അവരുടെ ഫ്രണ്ടിലൂടെ എനിക്കത് പറയാൻ പറ്റുന്നു. വലിയ സന്തോഷം. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേ പരിപാടികളൊക്കെ ഗംഭീരമായിരുന്നു ഇന്നലെ. അപ്പൊ എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. നേരെ മറിച്ച് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കി ഇനിയിപ്പോ ചെയ്യണ്ട, ഇന്നലെ കഴിഞ്ഞതല്ലേ എപ്പിസോഡ് എന്നൊക്കെ വിചാരിച്ച് ഞാനിരുന്നു. അപ്പം ബാക്കി 1-2 റിവ്യൂവേഴ്സ്, ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന 1-2 റിവ്യൂവേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസ് ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ സമ്മർ മീഡിയ അവരുടെ ചാനലൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1-2 കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് എനിക്ക് ഈ ചാനലുകളിലൊന്നും അവർ പറഞ്ഞു പോയി അതിനെപ്പറ്റി, എന്നാലും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പോയിന്റ് ചെയ്ത് പറയുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി താമസിച്ചാലും ശരി എന്തായാലും ചെയ്തേക്കാം വീഡിയോ. അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടനെ പറ്റി തന്നെ പറഞ്ഞ് അതിനുശേഷം ബിഗ് ബോയ്സിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ്, അത് കഴിയുമ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് പഴയ കണ്ടസ്റ്റന്റ് ആങ്കർ കയറി വരുന്നുണ്ട്. അങ്ങനെ ആങ്കറിംഗ് പരിപാടി ഇന്നലത്തെ ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ സാധനം ഏറ്റെടുക്കുന്നത് നമ്മുടെ രഞ്ജിനിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിജയ് യേശുദാസ് വരുന്നുണ്ട്, ചെറിയ പാട്ടും പരിപാടിയും കലാപരിപാടിയും. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ കേരള ഹെഡോ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ചാനൽ ഹെഡോ അങ്ങനെ 1-2 പേരൊക്കെ വരുന്നുണ്ട്. ലാലേട്ടന്റെ കേക്ക് മുറി പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റന്റ് അകത്തേക്ക് നമ്മുടെ രഞ്ജിനി ലാലേട്ട നമുക്ക് അവരെ ഒന്ന് നോക്കാന്ന് പറയുന്നുണ്ട്. എന്താ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കൊന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ലാലേട്ടനെ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു ഇവരെല്ലാരും ഒരു ചെറിയ ഡാൻസ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചെറിയ ഡാൻസ് പരിപാടിയിലേക്ക് കിടക്കുന്നു. ആ ഡാൻസ് പരിപാടിയിൽ ആദ്യമേ വന്ന് ഡാൻസ് കളിക്കുന്ന 2 പേരെ ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ അർജുനും ശ്രീതും. അപ്പൊ തന്നെ എനിക്ക് ഉറപ്പായി ഇന്നലെ ഈ എപ്പിസോഡ് ശ്രീതുവിന്റെ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ബോധം കെട്ട ആ സ്ത്രീ വീണ്ടുണ്ട്. ഉറപ്പുള്ള കാര്യം ശ്രീതുവിന്റെ അമ്മയുടെ ഒരു ബോധക്ഷയമൊക്കെ ഇന്നലെ നടന്നു കാണും. ഒന്ന് തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കും. കാരണം പക്ഷെ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നി കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവര് 2 പേരും കൂടെ നിൽക്കുമ്പോൾ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അമ്മ പുറത്തുനിന്ന് കയറി വന്നിട്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേണ്ടാന്ന് വെക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അവരുണ്ടാക്കുന്ന ഒരു കണ്ടന്റാ. ശ്രീധുനും അത് മനസ്സിലായി കാണും. അമ്മ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ പുറത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരത് ഒരുപാട് അങ്ങ് വൾഗറായിട്ടോ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടന്റാണ് ആളുകൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ നല്ല രീതിയിൽ ആ ഒരു ഡാൻസ് പരിപാടിയിൽ അവർ 2 പേരും കൂടെ നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എല്ലാ ആളുകളും വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ജിൻഡോ ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ത്രീജനങ്ങളുമായിട്ട് ഒരു പെയറായിട്ട് നിന്ന് ഡാൻസ് കളിച്ചത്. നമ്മുടെ അപ്സരയായിട്ട് അൻസുബയായിട്ട് നോറയായിട്ട് ഒക്കെ നിന്ന് കളിക്കുന്നത് കാണാം, കൊള്ളായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സിജോ അപ്പുറം നിന്ന് വായൊക്കെ പൊളിച്ച് നിന്ന് കൈകൊട്ടി ഓരോന്നൊക്കെ കാണിക്കുന്ന കാണാം. സിജോയ്ക്ക് അതേ കൂടുതൽ പറ്റത്തുള്ളൂ. ഇന്നലത്തെ ഒരു എപ്പിസോഡ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജാസ്മിനൊക്കെ ആയിട്ട് ഒരു പേരൊക്കെ ചെയ്യുന്ന ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ഇന്നലെ ഒരു ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിന്നെയൊക്കെ ജിൻഡോ ആണെന്ന് തോന്നുന്നുണ്ട്. ജിൻഡോയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഓരോ ദിവസം കഴിയുമ്പോഴും പുള്ളിയുടെ ഒരു ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ വലിയ ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ജിൻഡോ മറ്റേ മുട്ടൻ ഗെയിമർ ആണെന്നൊന്നും. പക്ഷെ അതിനകത്ത് വന്നതിന് ശേഷം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടില്ല, നല്ല രീതിയിലുള്ള ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോയ്ക്ക് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്തൊരു പരിപാടി കൊടുക്കും. ലാലേട്ടന്റെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ലാലേട്ടന്റെ സിനിമകളെ പറ്റി നമ്മുടെ കണ്ടസ്റ്റൻസിന് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് അങ്ങോട്ട് തുടങ്ങും. അഭിഷേകിന് ഇഷ്ടപ്പെട്ട സിനിമ രാവണപ്രഭു ആണ്, അതിനകത്ത് ഡയലോഗ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് ഓരോ ആൾക്കാരും വന്ന് ഓരോ സിനിമയെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു പരിപാടിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സായി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സീക്രട്ട് ഏജന്റ് തന്നെയാണ്. ശരിക്കും ഇപ്പോഴും ചത്തിട്ടില്ല. ആ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അയാളുടെ ഒരു സാധനം ഉണ്ടല്ലോ പുറത്തുള്ളത്, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇൻടു ഇറ്റ് പോയി തപ്പിയെടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം.
ആ ഒരു സാധനം ഇന്നും സായിയെ വിട്ടു പോയിട്ടില്ല. ബാക്കി എല്ലാവരും ഓരോ സിനിമയെ പറ്റി സംസാരിച്ചപ്പോഴും സായി സംസാരിച്ചത് ലാലേട്ടൻ ഗസ്റ്റ് ആയിട്ട് വന്ന സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന സിനിമയെ പറ്റിയായിരുന്നു. കുറച്ച് പോർഷണൽ ലാലേട്ടൻ ഉള്ളെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാനത് കേട്ടപ്പോഴും ആലോചിച്ചു, ശരിയാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആരും എന്താ ഈ പടത്തിനെ പറ്റി പറയാത്തത്. കാരണം ലാലേട്ടൻ കുറച്ച് നേരെ ഉള്ളെങ്കിലും അത് വന്ന് മറ്റേ ആറാടി തിമിർത്ത് പോയൊരു പടമാണത്. ലാലേട്ടന്റെ കൈകൾ വരെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഇന്നലെ സായി പോയിന്റ് ചെയ്ത് പറഞ്ഞു, ആ ഒരു താലിമാല എടുത്ത് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെയിലോട്ട് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ജയിലിനകത്ത് നിന്ന്. അപ്പൊ ലാലേട്ടന്റെ കൈയൊക്കെ അതിനെയൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സായിയെ ഞാൻ കണ്ടു. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തോന്നി ലൈക്ക് ഹീസ് എ നീ ഒബ്സർവർ, നല്ലൊരു ഒബ്സർവർ തന്നെയാണ് സായി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഗെയിം ഒരു ട്വിസ്റ്റ് നടത്തി വിട്ടത് സായിയുടെ ഒരു പരിപാടിയാണെന്ന് ഞാൻ പേഴ്സണലി പറഞ്ഞു, എനിക്ക് തോന്നിയതും അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു ഒബ്സർവർ ഒരിക്കലും ചത്തുപോയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. സായി അല്ല സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്ക് വരുന്നുണ്ട് അവിടെ. ആ സീക്രട്ട് ഏജന്റിന് ചിലപ്പോൾ ഒരു ആദ്യത്തെ ഒരു 5-4 പൊസിഷനിലൊക്കെ ബിഗ് ബോസിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു മൈൻഡ് വെച്ച് കളിക്കുകയാണെങ്കിൽ അത് ഭയങ്കരം. അത് ലാലേട്ടൻ തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. എന്നെ ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെ അധികം ആൾക്കാർ പ്രശംസിക്കാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് റോളിലൊക്കെ വരുന്നതിനെ അധികം ആരും പ്രശംസിക്കാറില്ല. അത് നോട്ട് ചെയ്ത സായിക്ക് കൺഗ്രാറ്റ്സ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. എന്തായാലും ഞാനതിനെ ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു, സായി അതിനെ പോയിന്റ് ചെയ്തത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു മണ്ടത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയെ മറ്റേ തുപ്പുന്ന ഒരു യന്ത്രം എന്നൊക്കെ പറഞ്ഞു വന്നൊരു ഐറ്റം ഉണ്ടല്ലോ, സിജോ. അപ്പം സിജോയെ എന്തിനാണ് ആളുകൾ ഇത്ര പൊക്കുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സിജോയ്ക്ക് മറ്റേ ഒരു ഇടി കിട്ടിയതിന്റെ പുറത്തുള്ള ഇമോഷണൽ ഒരു സാധനം വർക്കൗട്ട് ചെയ്യുന്നതാണ്, അതല്ലാതെ വേറെ ഒരു ഗെയിമറായിട്ടൊന്നും സിജോയെ ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. ഇന്നലെ ഒരു മണ്ടത്തരം തന്നെ സിജോ അവിടെ വിളിച്ച് കൂന്നതൊക്കെ ഞാൻ കേട്ടു. ലാലേട്ടന്റെ ഇത്രയും വർഷമായിട്ട് ആ ഒരു ലെജൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിനിമകൾ അതിന് കൈ കണക്കുമില്ല. എന്തോരം ക്യാരക്ടേഴ്സ്. എന്നിട്ട് സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്, ഇഷ്ടപ്പെടാം. സിജോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രയും കാലത്തിനിടയ്ക്ക് സിജോയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമ ലൂസിഫർ. സിജോ ഒന്ന് ഡൗൺ ആവുമ്പോഴോ സിജോ ഒന്ന് മറ്റേ ഇച്ചിരി എനിക്കൊരു കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, ഞാൻ ഡൗൺ ആവണം, ഒരു മോട്ടിവേഷൻ വേണമെന്ന് തോന്നുമ്പോഴത്തേക്ക് സിജോ ഓടിപ്പോയി എടുത്തിട്ട് ലൂസിഫർ ഇരുന്ന് കാണുമെന്ന് ഓടിച്ചിട്ട് യൂട്യൂബിലൊക്കെ മറ്റേ ചെറിയ വീഡിയോസ് ഒക്കെ കാണുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴല്ലോ ഇവൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്തൊരു കണ്ടന്റ് ആണോ, സിജോ നീ ലൂസിഫറിനെ പറ്റി സംസാരിക്കണം. അങ്ങനെ ലൂസിഫറിനെ പറ്റി സംസാരിക്കുമ്പോൾ ലാലേട്ടനോട് ചോദിക്കാം 21st ബർത്ത്ഡേക്ക് ഈ 21st ബർത്ത്ഡേക്ക് മെയ് 21st ബർത്ത്ഡേ ദിവസം ലൂസിഫറിനെ പറ്റി ഒരു അപ്ഡേറ്റ് കാണുമോ, അല്ലെങ്കിൽ അത് പറയൂ എന്നുള്ള കാര്യങ്ങളൊക്കെ സിജോ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബറോസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ലൂസിഫർ പറഞ്ഞത് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവനായിട്ട് അത് ചെയ്തതാണെങ്കിൽ ഇത്രയും മണ്ടത്തരം അവൻ കാണിച്ചത് വേറൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന നിങ്ങൾ ലാലേട്ടൻ ഫാൻ ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു ആളുടെ ഫാൻ ആയിക്കോട്ടെ, എന്നാലും ലാലേട്ടൻ ചെയ്തു വെച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടം, ഏറ്റവും അടിപൊളിയായിട്ട് മോട്ടിവേഷൻ തന്ന സിനിമ ലൂസിഫർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അതിനെക്കാട്ടിലൊക്കെ വൻ സാധനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വ്യക്തി. അതൊന്നും ചേട്ടൻ കണ്ടിട്ടില്ലേ? എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഓരോരുത്തർ ഓരോ സിനിമകൾ പറയുന്നുണ്ട്. അപ്സരയൊക്കെ കമലതലം ഒക്കെയാണ് പറഞ്ഞത്. നല്ല സിനിമ തന്നെയാണ്, ലാലേട്ടനൊക്കെ വന്ന് തകർത്താടിയ സിനിമകളാണ്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അപ്സര നോറ. അതപ്പം പുറത്തേക്ക് കൊടുത്തു വിടുന്നുണ്ട്. ലാലേട്ടൻ അത് കഴിച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോറയുടെയും നമ്മുടെ അപ്സര അൻസിബ, അപ്പൊ അവരുടെ ആ ഒരു മുഖവും ആ ഒരു സന്തോഷവും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പൊ ലാലേട്ടനെ അകത്തേക്ക് കണ്ടസ്റ്റൻസ് വിളിച്ചു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, എപ്പോഴും ഞാനങ്ങ് വന്നാൽ ശരിയാവത്തില്ലല്ലോ മക്കളെ, നാട്ടുകാർ വല്ലതൊക്കെ പറയത്തില്ല എന്നുള്ളൊരു മൂഡിലാണ് ലാലേട്ടൻ പറയുന്നത്. എപ്പോഴും ഞാനങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ലോ, നിങ്ങൾ കട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അവര് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിജയ് യേശുദാസ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ അകത്തേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. അവിടെ പാട്ടും ചെറിയ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളായിരുന്നു കൂടുതൽ എന്നല്ലേ എനിക്ക് അതിനകത്ത് നോട്ട് ചെയ്യാൻ തോന്നിയത്. നമ്മുടെ സിജോയും സായി അങ്ങനത്തെ 1-2 കാര്യങ്ങളാണ്. ബാക്കി കൂടുതലായിട്ട് ആൾക്കാരെ, കാരണം എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അത് മോശമാണ് അങ്ങനെ പറയുന്നത്. ഓരോരുത്തർ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനകത്ത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് ഓരോ ദിവസം മാറ്റം വരുത്തുന്ന ഒരു ആളെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ റിയാക്ട് ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ പറയാനാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അതിനകത്ത് ഒരു ബെറ്റർ ആയിട്ട് വരുന്ന ഒരാളായിട്ട് തോന്നിയത് ജിൻഡോ തന്നെയാണ്, ക്യാരക്ടർ വൈസ്. അപ്പോൾ അതിനുശേഷം ലാലേട്ടന്റെ ഒരു കൈയക്ഷര ഫോണ്ട് അതിന്റെ ഒരു റിലീസ് ഉണ്ടായിരുന്നു. നമുക്കിനിയിപ്പം
ലാലേട്ടന്റെ കൈയക്ഷരം യൂസ് ചെയ്യാം. ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് ഇനിയും ഡിജിറ്റൽ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പം ഈഡൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി, അത് പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു 3 പേരാണ് അതിന്റെ ഒരു അത് റെഡിയാക്കി എടുത്തത്. സോ ആ ഒരു സ്റ്റോറിയുടെ പുറകിലുള്ളത്. അപ്പൊ അത് ക്ലബ് എഫ്എമ്മുമായിട്ട് ജോയിൻ ചെയ്ത് അവരിനി ഒരു സ്റ്റോറി പുറത്തേക്ക് വിടാൻ പോവാണ്. അതിന്റെ ഒരു റിലീസൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ട്രെയിലർ ലോഞ്ച്. സാധനം കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തോ ഒരു സാധനം വരുന്നുണ്ടല്ലോ, ഗംഭീര ഒരു സാധനം എന്നുള്ള ഒരു തോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്, വലിയ കഥകളൊന്നും പറയാൻ ഇന്നലത്തിനകത്തില്ല. ഞാനും അതാണൊന്നും മടിച്ചത്. പക്ഷെ ഈ സായിയുടെ ഈ ഒരു കാര്യവും അതുപോലെ തന്നെ സിജോയുടെ ഈ ഒരു പരിപാടി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. സായി ഞാൻ മോനെ, എല്ലാരും കുറെ പേര് പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്നത്, അതിനകത്ത് കയറി കഴിഞ്ഞപ്പോ പോയി ഇല്ല, ആ വ്യക്തി പുറത്ത് കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് മാത്രമേ ഉള്ളൂ, അകത്തൊന്നും ഇല്ല എന്ന്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടല്ലോ, ഞാനും അങ്ങനെ വിചാരിച്ച ഒരാളാ, ഒന്നും ഇല്ല അകത്ത്, വെറും പുറത്തെ ഒരു. പക്ഷേ പുള്ളി ഡിഫറെന്റ് ആണ്, പുള്ളി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളി ഒതുങ്ങി ഒരു മൂലക്ക് ഇരിക്കുന്നത്. ഞാൻ പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തായിരുന്നു, സായി അതിനകത്ത് അവസാനം വരെ നിൽക്കും എന്നുള്ളൊരു സാധനം സായിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അത് പറഞ്ഞ കാര്യം, എനിക്കും അങ്ങനെ ഒരു അറിവ് കിട്ടിയത് കൊണ്ട് സായി അത്യാവശ്യം കുറച്ച് കാലം കൂടെയൊക്കെ ഇതിനകത്ത് നിന്ന് പോകും. ഇപ്പോഴത്തെ ഒരു നോമിനേഷനൊന്നും സായി എടുത്ത് തൂക്കി വെളിയിൽ കളയാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ സായി ഒബ്സർവ് ചെയ്ത് മെല്ലെ അതിനകത്തൊരു ഗെയിം പുള്ളി അങ്ങനെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഒബ്സർവ് ചെയ്യാത്ത ഒരാളൊന്നും അല്ല അയാള്, അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും പുള്ളി പുറത്തെ കാര്യങ്ങളും ഈ പടത്തിനെ പറ്റി ഒന്നും പുള്ളി മറന്നു പോയിട്ടില്ല. സോ സായിയുടെ നല്ല ഗെയിമുകൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ദൈവത്തെ ഓർത്ത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.